സാധാരണ വീക്കെൻഡ്സിൽ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒരു ഐഡിയ ഉണ്ടാവാറുണ്ട് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന്. പക്ഷേ ഇന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഗ്രാബ് വിളിച്ച് പോകുന്നത് ഇന്ന് ബസ് പോകാമെന്നുള്ളൊരു ധാരണയോട് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഞങ്ങളവിടെ എത്തലും ബസ് കയറലും ഒക്കെ ഒരുമിച്ചായിരുന്നു. കുറച്ചുകൂടിയാണ് ബസ് കയറിയത്. ഈ ബസ് കയറുന്ന ടൈമിലും എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നില്ല. ബസ് എങ്ങോട്ടേക്കാണോ പോകുന്നത് അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള ധാരണയിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടറൊന്നും വരില്ല എന്ന്. അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ പറഞ്ഞ് ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അവരതിന് ടിക്കറ്റ് തരും. മാത്രമല്ല ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ റിട്ടേൺ തരുന്ന പരിപാടിയൊന്നുമില്ല. അതായത് ചില്ലറയില്ല, ബാലൻസ് ഇല്ല, ആ പരിപാടിയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ചില്ലറ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കയറിയാൽ മതി. ഞങ്ങളിത് അറിയാത്തതുകൊണ്ട് കൃത്യമായ ഒരു ചില്ലറ കരുതിയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് 6 റിങ്കറ്റാണ് ആയത്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ് ഞങ്ങൾ എടുത്തത്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ 5 റിങ്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു അത് കുഴപ്പമില്ല, 5 റിങ്കറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 2:15 ആ ടൈമിലൊക്കെയാണ് ഞങ്ങൾ ബസ്സിൽ കയറിയത്. അപ്പോൾ ഇവിടുത്തെ ബസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ തിരക്ക് ഇറങ്ങാനും ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അതായത് ഫ്രണ്ടിലൂടെ കയറും, അതുപോലെ തന്നെ ബാക്കിലേക്കൂടെ ഇറങ്ങാനുള്ള സിസ്റ്റം ഉണ്ട്. ചില ആൾക്കാരുടെ കയ്യിൽ ഈ ബസ്സിൻ്റെ ഒരു കാർഡ് ഉണ്ട്. അവരാണെങ്കിൽ നമ്മളിപ്പം ഇടുന്ന പോലെ ചില്ലറ അങ്ങനെ ഇടാനൊന്നും നിൽക്കേണ്ട. അവരുടെ കയറുന്ന സമയത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ടാപ്പ് ചെയ്യുക, ഇറങ്ങുന്ന ടൈമിലും ടാപ്പ് ചെയ്യുക. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ട്. അപ്പോൾ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഇവരധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഈ ബസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് ഈ സൈഡിലുള്ള എല്ലാ ഭാഗത്തും ടച്ച് ചെയ്തിട്ടാണ് ഇത് ആ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുക. ഈ ഒരു റൂട്ട് മാത്രമേ ഇതിലൂടെ ഓടുന്നുള്ളൂ എപ്പോഴും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാബിനാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഇവിടെ എന്താ പറയുക ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല യൂസായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ് ടേൺ എടുത്ത് ആദ്യം അതേ വഴി പോയി അവിടെയുള്ള ആൾക്കാരൊക്കെ കയറ്റി വർക്കൊക്കെ ചെയ്തതിന് ശേഷം റിട്ടേൺ പോയിട്ട് സെയിം റൂട്ടിൽ തന്നെ പോയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അവിടുത്തെ മിലിറ്ററി ഡിഫെൻസിൻ്റെ ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് സെമിത്തേരിയ പോലത്തെ സംഭവമാണ്. ഇങ്ങനെ നമുക്ക് ബസ് ഇപ്പം ഗ്രാബ് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആ റൂട്ടിലൂടെ അവിടെ എത്തും. ബസ്സിലാകുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് റൂറൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് പോലെയുള്ള ഏരിയ ആണ്. ഇവിടെ കൂടുതൽ നമുക്ക് ഈ സൺഡേ മാർക്കറ്റ്, ട്യൂസ്ഡേ മാർക്കറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഏകദേശം എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഈവനിങ്ങിൽ ഓരോ സ്ഥലത്തായിട്ട് ഈ മാർക്കറ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും ഡിഫറെൻറ്റ് ഷേപ്പായിരിക്കും. അത് രാത്രിയിലൊക്കെ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കാണാൻ ശരിക്കും നല്ല രസമാണ്. ഇപ്പം ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സ്റ്റേഡിയം, അതിൻ്റെ അപ്പുറത്തെ സ്റ്റേഡിയം, അതുപോലെ തന്നെ ഹോട്ടൽ, അങ്ങനെ എല്ലാം വരുന്നൊരു സെറ്റപ്പാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്. ആൾക്കാരായാലും ആ ക്ലീൻനെസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അതായത് അവർക്ക് ആ ഒരു സിസ്റ്റത്തിനോട് അഡാപ്റ്റഡ് ആണ്. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറേ സമയം ഇരുന്നു. അതൊരു രസമുള്ള കാര്യമാണ്. എന്നാൽ ചില സമയത്തൊക്കെ മടുപ്പ് വരും. കാരണം കണ്ട കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കയറുമ്പോഴേ തോന്നിയൊരു സംശയമായിരുന്നു അതെന്തിനാ ആ ഒരു സ്ഥലം എന്ന്. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ സാധനമൊക്കെ ലഗേജൊക്കെ കൊണ്ടുവരുന്നവർക്ക് അതൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു പ്ലേസാണെന്ന് തോന്നുന്നത്. ഈ റൂട്ടിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയാസാണ്. അതായത് ആൾക്കാർ നിൽക്കുന്ന സ്ഥലങ്ങളാണ്, അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. പിന്നെ ഇങ്ങനെ നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ജോർജ് ടൗണിലേക്കാണ്. ഇത് അവിടുത്തെ ഒരു തമിഴ് മീഡിയം സ്കൂളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മലായിസിനെ പോലെ തന്നെ തമിഴ്, അതുപോലെ തന്നെ ചൈനക്കാർ ഇവരൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ തമിഴ് മീഡിയം, ചൈനക്കാരുടെ അങ്ങനെ സ്കൂളുകളും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ അവിടെയുള്ള പഴയ ബിൽഡിങ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ്. ഏകദേശം ആൾക്കാരൊക്കെ ഇറങ്ങിത്തുടങ്ങിയിരുന്നു. അപ്പം ഞങ്ങൾ എവിടെയാണ് ഇറങ്ങണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 4 മാളുകൾ ഇങ്ങനെ ഒരുമിച്ചുള്ളൊരു സ്ഥലമുണ്ട്, കോംതാർ. അപ്പോൾ അവിടെ ഏകദേശം എല്ലാ ആൾക്കാരും ഇറങ്ങിയപ്പോൾ നമ്മൾ വെച്ചു അതാണോ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് കരുതി ഞങ്ങൾ ഇറങ്ങാമെന്നൊക്കെ വെച്ച് നിന്നതായിരുന്നു. പക്ഷേ എന്നിട്ട് കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയാൽ അവിടെ കുറേ കാര്യം, അതായത് ജോർജ് ടൗൺ എന്ന് പറയുന്ന സ്ഥലമാണത്. അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങാന്നുള്ള ഇതിൽ ബസ് തന്നെ നിന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഏകദേശം 4:15 എനിക്ക് തോന്നുന്നു 2:15 നമ്മൾ കയറിയത്. അങ്ങനെ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇനി
ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ